ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഈ ഡേയിലുള്ള മാക്സിമം കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. കാരണം ഇതിനു മുന്നേ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടില്ല. അതിൻ്റെ ആയിട്ടുള്ള കുറേ പോരായ്മകളുണ്ടാവും, അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. രാവിലെ എണീറ്റിട്ട് കുറച്ച് നേരം പൂച്ചകളൊക്കെ ആയിട്ട് കളിച്ച് നിന്നു. ഞങ്ങൾക്ക് വീട്ടിൽ 3-4 പൂച്ചകളുണ്ട്. അതിൽ 2 ഇവരാണ് അച്ഛനും അമ്മയും. ഓക്കെ, അതുകൂടാതെ ഞങ്ങൾക്കൊരു നാടൻ പൂച്ചയുണ്ട്. അതാണ് ഇവള് കളിക്കാൻ കിടക്കുക കേട്ടോ ഇങ്ങനെ. അപ്പം ഇതൊക്കെ കുറച്ച് നേരം കളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവും ചിക്കൻ കറി ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് വീട്ടിലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ഒരു അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിലോട്ട് സാധനങ്ങൾ വാങ്ങാൻ ഞാനും ഉക്കായും മച്ചും കൂടെ പോയി. മാക്സിമം ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം ക്രാഫ്റ്റേഴ്സിന് ഉപകാരപ്പെടുന്ന ഒരു ടോപ്പിക്കിനെ അതിനകത്ത് പറയുന്നുണ്ട്. അതുകൊണ്ടിട്ട് അതിനെ സ്കിപ്പ് ചെയ്യാതെ കാണുക. മാക്സിമം യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ബിരിയാണിയൊക്കെ വെക്കണം. അതുകൊണ്ടിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ അവിടെ നിന്ന്. എന്നിട്ട് തിരിച്ചിട്ട് ഞാൻ ബിരിയാണിയുടെയൊക്കെ വീഡിയോസ് എടുത്താണ്. പക്ഷേ അതൊന്നും എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തോ എനിക്കറിയില്ല, ടെക്നിക്കൽ ഇഷ്യൂ ആണ് തോന്നുന്നുണ്ട്, ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ബിരിയാണിയൊക്കെ സെറ്റാക്കി. ബിരിയാണിയാണ് നല്ല മൊഞ്ചില്ലേ, കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കാലിഗ്രാഫി എഴുതാനുണ്ടായിരുന്നു, വീഡിയോസ് എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു. ഓക്കെ, അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്കപ്പോൾ ടോപ്പിക്കിലോട്ട് കിടക്കാം. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ക്രാഫ്റ്റ് ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ A to Z കാര്യങ്ങളൊന്നും ഇല്ല, കുറച്ച് ടിപ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ A to Z വീഡിയോ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മളൊരു ബിഗിനേഴ്സ് ആയാലും ഇല്ലെങ്കിൽ ക്രാഫ്റ്റ് ഇപ്പോൾ സ്റ്റാർട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുന്നവരായാലും ഒക്കെ യൂസ്ഫുൾ ആവുന്നൊരു ടോപ്പിക്കാണിത്. എങ്ങനെ ക്രാഫ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അതുകൂടാതെ അതിനകത്ത് എന്തൊക്കെ പോയിൻറ്റ്സ് നമ്മൾ ശ്രദ്ധിക്കണമെന്നൊക്കെയാണ്. ഫസ്റ്റ് തന്നെ വേണ്ടത് ട്രസ്റ്റാണ്. നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം വേണം. അതായത് എനിക്കിത് ചെയ്യാൻ പറ്റും, എനിക്ക് എപ്പോഴും ലാഭം മാത്രമല്ല കിട്ടുക, അതിനകത്ത് നഷ്ടം ഉണ്ടാവും. ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിൽ ലാഭവും നഷ്ടവും എല്ലാം ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഫേസ് ചെയ്യണം. അപ്പോൾ അതിനുള്ളൊരു ഇത് വേണം. നമുക്ക് നമ്മളൊരു വിശ്വാസം ഉണ്ടാവണം, എനിക്കത് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു ചിന്തയൊന്നും ഇതിനകത്ത് നമുക്ക് വെക്കരുത്. മാത്രമല്ല ഫസ്റ്റൊക്കെ ഓർഡറൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതിലൊന്നും നമ്മൾ ഒരിക്കലും തളർന്നു പോകരുത്. നമ്മൾ അതിലൊക്കെ മാക്സിമം നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ കുറച്ച് പ്രോഫിറ്റൊക്കെ ഇട്ടിട്ട് ഓരോരോ ഫ്രെയിമൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ സ്റ്റോറി അതൊക്കെ ഇട്ടിട്ട് മാക്സിമം നമ്മൾ ആൾക്കാരിലോട്ട് എത്തിക്കാൻ നോക്കുക. അപ്പം മറ്റുള്ളവർ പറയും, എന്തിനാ ഇങ്ങനത്തെ ഒരു ബിസിനസ് തുടങ്ങുന്നത്, ഇപ്പോൾ ഒരുപാട് ഇങ്ങനത്തെ ഉണ്ടല്ലോ എന്ന് പറയും. അവർക്ക് കിട്ടാനുള്ള ഒരു സെയിൽ അവർക്ക് കിട്ടും, നമുക്ക് കിട്ടാനുള്ള സെയിൽ നമുക്ക് കിട്ടും. നമ്മുടെ ഓരോരുത്തരുടെ എഫേർട്ട് അനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന ഓരോ കസ്റ്റമേഴ്സ്. നമുക്ക് കിട്ടുന്ന ഓരോ സെയിലും നമ്മുടെ എഫേർട്ട് അനുസരിച്ചിരിക്കും. അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ മറ്റുള്ളവർ പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കരുത്. നമ്മളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. രണ്ടാമത്തേന്ന് പറയുന്നത് പേഷ്യൻസി. ഇതിനകത്ത് അത്യാവശ്യം വേണ്ടൊരു കാര്യമാണ് പേഷ്യൻസി എന്ന് പറയുന്നത്. പേഷ്യൻസി എന്ന് പറഞ്ഞാൽ ക്ഷമയെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലോണം വേണം. നമുക്ക് അത്രയും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കാര്യങ്ങളിലൊക്കെ അത് എന്ത് കാര്യത്തിനും നമുക്ക് നല്ല ക്ഷമ വേണമെന്നാണല്ലോ. മൂന്നാമത്തെ കാര്യം, നമ്മൾ എമോഷണലി നമ്മൾ ബുദ്ധിമുട്ടാവരുത്. എന്ന് വെച്ചാൽ എമോഷണലി നമ്മൾ തളർന്നു പോവരുത്. നമുക്കിപ്പോൾ ഓർഡർ കിട്ടിയില്ല എന്നൊക്കെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല എന്നും പറഞ്ഞ് ഇട്ടിട്ടൊന്നും പോവരുത്. ഇപ്പം ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. ഇതിൻ്റെ ഫുൾ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നൈറ്റൊക്കെ ആയപ്പോൾ ഞാനും ഉക്കായും കൂടി ഒരു കഫേയിൽ പോയി ഫുഡൊക്കെ കഴിച്ചു, തിരിച്ചു വന്നു. കുറച്ച് നേരം TV ഒക്കെ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.